നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ പാഷൻ ഫ്രൂട്ട് ജാമാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് നിറയെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലെ പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു 7-10 പാഷൻ ഫ്രൂട്ട് കിട്ടുമെന്ന് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ഭംഗിയായതിങ്ങനെ കിടക്കുന്ന കാണാനായിട്ട്. ഒരു പന്തലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയണ്ടേ, നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ബൾബ് ഇടത്തില്ല, അതുപോലെ കിടക്കും കേട്ടോ. ഇതാ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ്. അപ്പോൾ നമുക്കൊരു 7, 8, 9, 10ഓളം പാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കുഞ്ഞ് പാഷൻ ഫ്രൂട്ട് ജാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പാഷൻ ഫ്രൂട്ടിനകത്തുനിന്ന് അതിൻ്റെ പൾപ്പ് എടുക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു സ്പൂണ് കയറി പോകാൻ പാകത്തിനുള്ള ഒരു കട്ട്, അത്ര മതി. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു സ്പൂൺ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അകത്തുനിന്ന് ആ പൾപ്പ് മുഴുവൻ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇങ്ങനെ നമ്മളെടുത്തിട്ട് ഇതൊരു ഗ്ലാസ്സിലൊക്കെ എടുത്തിട്ട് പഞ്ചസാര മാത്രം ഇട്ടിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇതിന് മുന്നേ ഞാനൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടേക്കണേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഇടാതെ തേൻ ഒഴിച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് മുഴുവൻ മാറ്റിയെടുക്കാം. നമുക്ക് കിട്ടിയ ആ 7-10 പാഷൻ ഫ്രൂട്ടിലെ ജ്യൂസ് മുഴുവൻ, പൾപ്പ് മുഴുവൻ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് കിട്ടിയത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. 2 അടി. അരി അരഞ്ഞു പോകരുത്. നമുക്ക് അതിൻ്റെ ആ പൾപ്പിൽ ജ്യൂസ് മാത്രമായിട്ട് ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണം. അരി അരഞ്ഞേ പോകരുത്. അപ്പോൾ ഇത് 2 അടി അടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. കണ്ടോ, ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ വേഗം കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ അരിയിൽ നിന്ന് നമ്മുടെ ജ്യൂസ് മൊത്തത്തിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഫുള്ള് നമ്മൾ എടുത്തിട്ടുണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ അത് നമുക്ക് എത്ര കിട്ടിയെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാവേ. അപ്പോൾ ഇത് 250 ml ഒരു കപ്പാണ്. അപ്പോൾ ഇതിന് ഏകദേശം 3/4 കപ്പിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര അളവ് നമുക്ക് ജ്യൂസ് കിട്ടുന്നോ അത്രയും അളവ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് 3/4 കപ്പിൽ കൂടുതൽ ജ്യൂസ് കിട്ടി. അപ്പോൾ ഞാൻ അതുപോലെ അതേ അളവിൽ തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, കാരണം ഇതിപ്പം മെൽറ്റായിട്ട് വരുമ്പോൾ നോക്കിക്കോ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും. ഒരുപാട് വെള്ളം ഒഴിച്ച് പറ്റിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വരുന്നുണ്ടോ, പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നുണ്ടോ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ ഈ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു നൂൽ പരുവം അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം ആകുമ്പോഴത്തേക്ക് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വിട്ടു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് കറക്റ്റ് പരുവം. ഇതിൽ കൂടുതൽ നമ്മൾ ഇട്ടിരുന്നാൽ ഇത് അങ്ങ് ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഒരു അരമുറി നാരങ്ങ നീര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങ മുറി ഒഴിക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഈ പഞ്ചസാര പിന്നീട് റീക്രിസ്റ്റലൈസ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് ജാമിൻ്റെ പരുവം കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോവും. അതായത് നമ്മൾ ഈ മുട്ടായി ഉണ്ടല്ലോ, മുട്ടായി ഉണ്ടാക്കുന്ന ആ പരുവായിപ്പോവും. അപ്പോൾ അങ്ങനെ വരരുത്. ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് മുഴുവൻ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി വേണം നമ്മൾ
ഏത് പാത്രത്തിലാണോ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്, ഈ പാത്രമൊക്കെ നന്നായിട്ട് വെയിലത്ത് വെച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പാത്രമൊക്കെ എടുക്കാൻ. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചു തന്നത്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു പിഞ്ച് പ്രിസർവേറ്റീവ് കൂടി ആഡ് ചെയ്യുക. സോഡിയം ബെൻസോയേറ്റ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സാധാരണ ജാമിലൊക്കെ യൂസ് ചെയ്യുന്നത്, അതും കൂടി ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്, വേറൊരു ഫ്ലേവറും, അതായത് പട്ടയോ ഗ്രാമ്പോ ഒന്നും ഇടണ്ട, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ജാമാണ് പാഷൻ ഫ്രൂട്ട് ജാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.